ഇഡലി ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. പിറ്റേന്ന് നമുക്കതുകൊണ്ട് മസാല ദോശ ഉണ്ടാക്കാം. ആ ഒരു കണക്കിലാണ് ഞാൻ ഇഡലി മാവ് അരച്ച് വെച്ചത് തന്നെ കേട്ടോ. അപ്പോൾ പണി എളുപ്പമാണല്ലോ. പിന്നെ തലേന്നത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്, പിന്നെ ചമ്മന്തി മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അത് ഞാൻ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്യാനുള്ള സംഭവമൊക്കെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേന്ന് ഇഡലിയും സാമ്പാറും ചമ്മന്തിയും, പിറ്റേന്ന് മസാല ദോശയും സാമ്പാറും ചമ്മന്തി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, മസാല ദോശ ഉണ്ടാക്കാൻ നിന്നാൽ ഞാൻ നല്ലൊരു പണിയാണ് കേട്ടോ. ഇത് ചൂടനോടെ തന്നെ കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റൂല കേട്ടോ. പണി പെട്ടെന്ന് കഴിയൂല എന്ന് തന്നെ പറയാം. കഴിക്കാൻ വേണ്ടി ഓരോരുത്തർ വന്നനുസരിച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 2 എണ്ണം ഉണ്ടാക്കിയിട്ട് തിന്നാൽ മതി. കാരണം ഒരെണ്ണം ഉണ്ടാക്കി തിന്ന് കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വിളിച്ച് പോയി കഴിഞ്ഞ് ഈ സാധനം റെഡിയാകൂല. അങ്ങനെ ഒരു കുഴപ്പം ഇതിനുണ്ട്. അത് എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാകൂല കേട്ടോ. അപ്പം ഞാൻ ഓരോന്ന് ഇവിടെ ഉണ്ടാക്കി വയ്ക്കും, അത് എടുത്തോണ്ട് പോകും. എന്നിട്ട് ഡൈനിങ് ടേബിളിൽ എന്ത് വിളിച്ച് കൂവലാണ്. ആ പരിപാടി നടക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2 എണ്ണം ആയതിനു ശേഷം മാത്രം ഇവിടെ നിർത്തോണ്ട് പോയാൽ മതി എന്നാണ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഓരോരുത്തർ വെയിറ്റിങ്ങിലാണ്. 2 മസാല ദോശയായിട്ട് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകുള്ളൂ. അങ്ങനെ എൻ്റെ ആദ്യത്തെ 2 മസാല ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനായിരിക്കും ഇവിടെ തല്ലി എനിക്കാദ്യം എന്നും പറഞ്ഞപ്പോൾ ഓരോരുത്തർ വരും.